പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്തയേശുവിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായ യഹോവയുടെ തിരുവചനങ്ങൾ ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ വായിക്കാം. ധന്യനായ ഏകാധിപതിയും രാജാധി രാജാവും കർത്താധി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ യഹോവേ, തിരുനാമത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും സ്തോത്രവും കരയറ്റുന്നു. പിതാവേ, തിരുവചനം വായിക്കാൻ അവിടുത്തെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ എൻ്റെ മേൽ പകരണം. ഈ തിരുവചനങ്ങൾ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും ചെവികളും കണ്ണുകളും ഹൃദയവും അങ്ങയുടെ ആത്മാവിനാൽ തുറക്കപ്പെടണം. അങ്ങനെ അവർ അങ്ങയുടെ മഹത്വവും മനോഹരത്വവും രക്ഷയും സ്നേഹവും കാണുവാനും അങ്ങയുടെ രാജ്യത്തിലേക്കും എന്നേക്കുമുള്ള ജീവനിലേക്കും പ്രവേശിക്കുവാനും ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ സദൃശവാക്യങ്ങൾ 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നത് സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്ത പടിയോ അവന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും. ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവൻ്റെ വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോ തൻ്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. വഷളൻ വായുകൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായു കൊണ്ടോ അതിടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ. വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു. പരിപാലനമില്ലാത്തയിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ വൃഥാലാഭം ഉണ്ടാക്കുന്നു. നീതി വിതയ്ക്കുന്നവനോ വിശ്വസ്തമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം. ദുഷ്ടന് ശിക്ഷ വരാതെ ഇരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കുത്തി പോലെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും. അത് വിൽക്കുന്നവൻ്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു. തിന്മയെ തിരയുന്നവനോ അതുതന്നെ കിട്ടും. തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. സ്വഭവനത്തെ വലയ്ക്കുന്നവൻ്റെ അനുഭവം വായുവത്രേ. ഭോഷൻ ജ്ഞാനഹൃദയന് ദാസനായി തീരും. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്ര അധികം. ഇവിടെ നമ്മൾ 11-ാം അധ്യായം വായിച്ചു തീരുന്നു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 12-ാമത്തെ അധ്യായമാണ്. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു. ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല.
നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോവുകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം, നാണം കെട്ടവളോ അവൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞൊക്കുന്നു, നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. മനുഷ്യൻ തൻ്റെ ബുദ്ധിക്കൊത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു ഭൃത്യനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു. നീതിമാൻ തൻ്റെ മൃഗത്തിൻ്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ. നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസ്സാരന്മാരെ പിൻചൊല്ലുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്, നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരും. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. ഭോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു. ഭോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു, വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. സത്യം പറയുന്ന അധരം എന്നേക്ക് നിലനിൽക്കും, വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയവേലയ്ക്ക് പോകേണ്ടി വരും. മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല. ഇവിടെ നമ്മൾ 12-ാം അധ്യായം വായിച്ചു തീരുന്നു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 13-ാമത്തെ അധ്യായമാണ്. ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനാഫലം, പരിഹാസിയോ ശാസന കേട്ടനുസരിക്കുന്നില്ല. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാക്കും. നീതിമാൻ ഭോഷ്ക് വെറുക്കുന്നു, ദുഷ്ടനോ ലജ്ജയും നിന്ദയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു, ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടും ധനികനെന്ന് നടിക്കുന്നവനുണ്ട്, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രനെന്ന് നടിക്കുന്നവനും ഉണ്ട്. മനുഷ്യൻ്റെ ജീവന് മറുവില അവൻ്റെ സമ്പത്ത് തന്നെ, ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ച് വരും. ആശാവിളംബരം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു, ദ്രോഹിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, ഭോഷനോ തൻ്റെ ഭോഷത്വം വിടർത്തി കാണിക്കുന്നു. ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു, ദോഷം വിട്ടകലുന്നതോ ഭോഷന്മാർക്ക് വെറുപ്പ്.
ജ്ഞാനികളോടുകൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരും ഉണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ 13-ാം അധ്യായം വായിച്ചു തീരുന്നു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 14-ാമത്തെ അധ്യായമാണ്. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. ഭോഷന്റെ വായിൽ ഡംഭത്തിൻ്റെ വടിയുണ്ട്, ജ്ഞാനികളുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകളില്ലാത്തയിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത്, കാളകളുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി ഭോഷ്ക്ക് പറകയില്ല, കള്ളസാക്ഷിയോ ഭോഷ്ക്ക് വിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂഢന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവുക, പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. ഭോഷന്മാരെ അകൃത്യയാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിൻ്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിൻ്റെ അവസാനം ദുഃഖമാകയുമാം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും. നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയിൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു, ഭോഷനോ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു. മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു, ദുരുപായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ ഭോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. ദുർജനം സജ്ജനത്തിൻ്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കലും വണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു, ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നു പോകുന്നില്ലയോ? നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, അധര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ ഭോഷത്വമോ ഭോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, ഭോഷ്ക്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം, പ്രജാന്യൂനതയോ പ്രഭുവിന് നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. ശാന്തമനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് തൻ്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവൻ്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗത്തിലുള്ളതോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. ഇവിടെ നമ്മൾ 14-ാം അധ്യായം വായിച്ചു തീരുന്നു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 16-ാമത്തെ അധ്യായമാണ്. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു.
നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. ഭോഷൻ അപ്പൻ്റെ പ്രബോധനം നിരസിക്കുന്നു, ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായി തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവരെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കും. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്ര അധികം! പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം, സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. ദ്വേഷമുള്ളയിടത്ത് തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളയിടത്തെ ശാകഭോജനം നല്ലത്. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും, തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചുകളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, ദയാവാക്കോ നിർമ്മലം. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. പ്രബോധനം ത്യജിക്കുന്നവൻ തൻ്റെ പ്രാണനെ നിരസിക്കുന്നു, ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. ഇവിടെ നമ്മൾ 15-ാം അധ്യായം വായിച്ചു തീരുന്നു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 16-ാമത്തെ അധ്യായമാണ്. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ഒരുത്തൻ്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവനവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത്. മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. രാജാവിൻ്റെ അധരങ്ങളിൽ അരുളപ്പാടുണ്ട്, ന്യായവിധിയിൽ അവൻ്റെ വായ് പിഴയ്ക്കുന്നതുമില്ല. ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ, സഞ്ചിയിലെ പടിയൊക്കെയും അവൻ്റെ പ്രവൃത്തിയാകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് വെറുപ്പ്, നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത്. നീതിയുള്ള അധരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം, നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു. രാജാവിൻ്റെ ക്രോധം മരണദൂതന് തുല്യം, ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും. രാജാവിൻ്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട്, അവൻ്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘം പോലെയാകുന്നു. തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്, വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം.
ദോഷമകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി. തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവൻ. ജ്ഞാനഹൃദയൻ വിവേകിയെന്ന് വിളിക്കപ്പെടും. അധരമാധുര്യം വിദ്യയെ വർദ്ധിപ്പിക്കുന്നു. വിവേകം വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നു. ഭോഷന്മാരുടെ പ്രബോധനമോ ഭോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവൻ്റെ വായ് പഠിപ്പിക്കുന്നു. അവൻ്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു. മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. പണിക്കാരൻ്റെ വിശപ്പ് അവനെക്കൊണ്ട് പണി ചെയ്യിക്കുന്നു. അവൻ്റെ വായ് അവനെ അതിനായി നിർബന്ധിക്കുന്നു. നിസ്സാര മനുഷ്യൻ പാതകം എന്ന കുഴി കുഴിക്കുന്നു. അവൻ്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു. ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു. കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു. പപ്പ് കടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു. നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു. നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ചീട്ട് മടിയിലിടുന്നു, അതിൻ്റെ വിധാനമോ യഹോവയാൽ അത്രേ. ഇവിടെ നമ്മൾ 16-ാം അധ്യായം വായിച്ചു തീരുന്നു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 17-ാമത്തെ അധ്യായമാണ്. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. നാണം കെട്ട മകൻ്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും. സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്ക് പുടം, പൊന്നിന് മൂശ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. ദുഷ്കർമ്മി നീതികെട്ട അധരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു. വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിന് ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കുകയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അധരം ഭോഷന് യോഗ്യമല്ല. വ്യാജമുള്ള അധരം ഒരു പ്രഭുവിന് എങ്ങനെ? സമ്മാനം വാങ്ങുന്നവന് അത് രത്നമായി തോന്നും. അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വയ്ക്കുന്നു. കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഭോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ 1 ശാസിക്കുന്നത് അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു. ക്രൂരനായൊരു ദൂതനെ അവൻ്റെ നേരെ അയക്കും. മൂഢനെ അവൻ്റെ ഭോഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിൻ്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ. ആകയാൽ കലഹമാകും മുമ്പേ തർക്കം നിർത്തിക്കളകാം. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും 2 പേരും യഹോവയ്ക്ക് വെറുപ്പ്. മൂഢന് ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവൻ്റെ കയ്യിൽ ദ്രവ്യമെന്തിന്? സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിച്ചു കൂട്ടുകാരനു വേണ്ടി ജാമ്യം നിൽക്കുന്നു. കലഹപ്രിയൻ ലംഘനപ്രിയൻ ആകുന്നു. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവ് ഇച്ഛിക്കുന്നു. വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല. വികടനാവുള്ളവൻ ആപത്തിലകപ്പെടും. ഭോഷനെ ജനിപ്പിച്ചവന് അത് ഖേദകാരണമാകും. മൂഢൻ്റെ അപ്പന് സന്തോഷമുണ്ടാകുകയില്ല. സന്തുഷ്ടഹൃദയം നല്ലൊരൗഷധമാകുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദുഷ്ടന്യായത്തിൻ്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചു കൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിൽ ഇരിക്കുന്നു. മൂഢൻ്റെ കണ്ണോ ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു. മൂഢനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പുമാകുന്നു. നീതിമാന് പിഴ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നേർനിമിത്തം അടിക്കുന്നതും നന്നല്ല. വാക്കടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ. ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ഭോഷനെപ്പോലും ജ്ഞാനിയായും അധരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. ഇവിടെ നമ്മൾ
17-ാം അധ്യായം വായിച്ചു തീരുന്നു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 18-ാമത്തെ അധ്യായമാണ്. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂഢന് ബോധത്തിൽ ഇഷ്ടമില്ല. ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കീർത്തിയോടുകൂടെ നിന്ദയും വരുന്നു. മനുഷ്യൻ്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഉറവ് ഒഴുക്കുള്ള തോടുമാകുന്നു. നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടൻ്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല. മൂഢൻ്റെ അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു, അവൻ്റെ വായി തല്ല് വിളിച്ചു വരുത്തുന്നു. മൂഢൻ്റെ വായി അവന് നാശം, അവൻ്റെ അധരങ്ങൾ അവൻ്റെ പ്രാണന് കെണി. ഏഷണിക്കാരൻ്റെ വാക്ക് സ്വാദുഭോജനം പോലെ ഇരിക്കുന്നു, അത് വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ധനവാന് തൻ്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അതവന് ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിനു മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിനു മുമ്പേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയുമായിത്തീരുന്നു. പുരുഷൻ്റെ ധീരത അവൻ്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. തൻ്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവൻ നീതിമാനെന്ന് തോന്നും, എന്നാൽ അവൻ്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും. ചീട്ട് തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തേക്കാൾ ദുർജയനാകുന്നു. അങ്ങനെയുള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ദരിദ്രൻ യാചനാരീതിയിൽ സംസാരിക്കുന്നു, ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും, എന്നാൽ സഹോദരന്മാരെക്കാളും പറ്റുള്ള സ്നേഹിതന്മാരും ഉണ്ട്. ഇവിടെ നമ്മൾ 18-ാം അധ്യായം വായിച്ചു തീരുന്നു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 19-ാമത്തെ അധ്യായമാണ്. വികടാധരമുള്ള മൂഢനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു. മനുഷ്യൻ്റെ ഭോഷത്വം അവൻ്റെ വഴിയെ മറിച്ചു കളയുന്നു, അവൻ്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു, എളിയവനോ കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല, ഭോഷ്ക് നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയുമില്ല. പ്രഭുവിൻ്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു, ദാനം ചെയ്യുന്നവന് ഏവനും സ്നേഹിതൻ. ദരിദ്രൻ്റെ സഹോദരന്മാരെല്ലാം അവനെ പകയ്ക്കുന്നു, അവൻ്റെ സ്നേഹിതന്മാർ എത്രയധികം അകന്നു നിൽക്കും. അവൻ വാക്ക് തിരയുമ്പോഴേക്ക് അവരെ കാണുവാനില്ല. ബുദ്ധി സമ്പാദിക്കുന്നവൻ തൻ്റെ പ്രാണനെ സ്നേഹിക്കുന്നു, ബോധം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല, ഭോഷ്ക് നിശ്വസിക്കുന്നവൻ നശിച്ചു പോകും. സുഖജീവനം ഭോഷന് യോഗ്യമല്ല, പ്രഭുക്കന്മാരുടെ മേൽ കർത്തൃത്വം നടത്തുന്നതോ ദാസനെ എങ്ങനെ? വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു, ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. രാജാവിൻ്റെ ക്രോധം സിംഹഗർജനത്തിന് തുല്യം, അവൻ്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞുപോലെ. മൂഢനായ മകൻ അപ്പന് നിർഭാഗ്യം, ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. മടി ഗാഠനിദ്രയിൽ വീഴിക്കുന്നു, അലസചിത്തൻ പട്ടിണി കിടക്കും. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു, നടപ്പ് സൂക്ഷിക്കുന്നവനോ മരണശിക്ഷ അനുഭവിക്കും. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കാം, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും, നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യൻ തൻ്റെ മനസ്സുപോലെ ദയ കാണിക്കും,
ഭോഷ്ക് പറയുന്നവനേക്കാൾ ദരിദ്രൻ ഉത്തമൻ. യഹോവ ഭക്തി ജീവ ഹേതുവാകുന്നു. അതുള്ളവൻ തൃപ്തനായി വസിക്കും. അനർത്ഥം അവന് നേരിടുകയില്ല. മടിയൻ തൻ്റെ കൈ തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. പരിഹാസിയെ അടിച്ചാൽ അല്പബുദ്ധി വിവേകം പഠിക്കും. ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു. മകനെ, പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക. നിസാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ അകൃത്യത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെ നമ്മൾ 19-ാം അധ്യായം വായിച്ചു തീർന്നു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 20-ാമത്തെ അധ്യായമാണ്. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല. രാജാവിൻ്റെ ഭീഷണം സിംഹഗർജനം പോലെ. അവനെ കോപിപ്പിക്കുന്നവൻ തൻ്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം. എന്നാൽ ഏത് ഭോഷനും ഷണ്ഠ കൂടും. മടിയൻ ശീതനിമിത്തം ഉഴാതിരിക്കുന്നു. കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കും, ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം. വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും. എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ. അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തൻ്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പേറ്റിക്കളയുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നുവെന്ന് ആർക്ക് പറയാം? 2 തരം തൂക്കവും 2 തരം അളവും, രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതുമാകുമോ എന്ന് അറിയാം. കേൾക്കുന്ന കണ്ണ്, കാണുന്ന ചെവി, ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി. ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്. നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും. വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തൻ്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ്റെ വസ്ത്രം എടുത്തുകൊള്ളുക. അന്യജാതിക്കാരനു വേണ്ടി ഉത്തരവാദി ആകുന്നവനോട് പണയം വാങ്ങുക. വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവൻ്റെ വായിൽ ചരൽ നിറയും. ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. ആകയാൽ ഭരണസാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക. നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. ആകയാൽ വിടുവായനോട് ഇടപെടരുത്. ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം, അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയില്ല. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. 2 തരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ്. കള്ളത്തുലാസം കൊള്ളരുത്. മനുഷ്യൻ്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. പിന്നെ മനുഷ്യന് തൻ്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കിണി. ജ്ഞാനമുള്ള രാജാവ് ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു. അവരുടെ മേൽ അവൻ മെതിവണ്ടി ഉരുട്ടുന്നു. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. അത് ഉദരത്തിൻ്റെ അറകളൊക്കെയും ശോധന ചെയ്യുന്നു. ദയയും വിശ്വസ്തതയും രാജാവിനെ കാക്കുന്നു. ദയ കൊണ്ട് അവൻ തൻ്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം. ഉദരത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചുവാരിക്കളയുന്നു. ഇവിടെ നമ്മൾ 20-ാം അധ്യായം വായിച്ച് തീരുന്നു. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഈ തിരുവചനങ്ങൾ വായിച്ചത് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരി മിനി.